ഞങ്ങൾ അവന്റെ ആ കറുത്ത കാല് വരെ പിടിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും ആ ഹമുക്ക് അമ്പിനും അടുക്കുന്ന ലക്ഷണമില്ല. അതെങ്ങനെ സുമതിയെ മറക്കാൻ അവന് പറ്റില്ല അത്രേ. കുട്ടിരാമ, ആ മൂരാച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ ഭാവിയും കൂടി നീ അവതളത്തിലാക്കണ. പാസ്പോർട്ട് കൈ കിട്ടി അന്നു മുതൽ ഗൾഫിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിളിക്കാൻ കടം വാങ്ങി ജീവിക്കുന്നവനാ ഞാൻ. വീണ്ടും നാട്ടുകാർക്ക് ക്ഷവരം ചെയ്യുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടെ വയ്യ. ഇതിലും പേര് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ആ ഗ്രാമർ ബഹയം ചെയ്ത പോലെ വല്ല പച്ചമീന തല്ലിപ്പിഞ്ഞ് പെട്രോൾ ഉണ്ടാക്കി ജീവിക്കായിരുന്നു. അപ്പൊ പെട്രോൾ ഉണ്ടാക്കാനാണ് താൻ ഗൾഫിലോട്ട് വരുന്നത്? നമ്മൾ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാണ് ബഹയ. ആണോ കുട്ടിരാമ, സുമതിയുമായുള്ള നിന്റെ വിവാഹത്തിൽ ഞങ്ങൾ എന്ത് ചാലഞ്ച് ചെയ്യാനും തയ്യാറാണ്. എന്റെ ഉള്ളിയാണ് സത്യം. സത്യം സത്യം എന്റെ കത്തിയാണ് സത്യം. നമ്മുടെ മീൻവണ്ടിയാണ് സത്യം. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടിരാമന് പറയാമല്ലോ. അതിനെന്തിനാ ഈ കൂട്ടുകാരുടെ വക്കാലത്ത്? അതെ അതെ, കൂട്ടുകാരൊത്താൽ കോട്ടയും പിടിക്കാം എന്നൊരു ചൊല്ലുണ്ടേ. കൂട്ടുകാരൊത്താൽ കുടുംബം കുളം തോണ്ടാം എന്നും ഒരു ചൊല്ലുണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകാരുണ്ട്. എന്താ കുട്ടിരാമന്റെ പ്രശ്നം? പഠിക്കണ്ട, ധൈര്യമായിട്ട് അളിയോട് പറഞ്ഞോളൂ. ഈ അളിയനോടും നല്ല വീടും കുടുംബം വാങ്ങാനാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ വീട് പണി കഴിഞ്ഞ ഉടനെ നമുക്ക് ആലോചിക്കാം. അല്ല, ഇനി ബിസിനസ്സോ മറ്റോ തുടങ്ങാനാണ് ഉദ്ദേശമെങ്കിലേ എന്റെ ബിസിനസ് തുടങ്ങിയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലേ? ഇത് അതൊന്നും എന്താ മോനെ? അത് പിന്നെ എന്റെ കൂട്ടുകാരൻ അത് പറയട്ടെ, അതാ അതിന്റെ ഒരു ഫോർമാലിറ്റി. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. അതായത് കുട്ടിരാമനെ കെട്ടാൻ ഒരു പെൺകുട്ടിയാണ്. പക്വത വന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. അബേ, അല്ല, വീണ്ടും വിചാരം നിനക്ക് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. അല്ല, പണക്കൊഴുപ്പോണ്ട് ചില മനുഷ്യർക്ക് സംഭവിക്കാമല്ലോ. പക്ഷേ നമ്മുടെ അളിയന് സംഭവിക്കാൻ പാടില്ല. എന്ത് കുട്ടി, നീ മനസ്സിരുന്ന് ആലോചിക്കും. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെ കുട്ടിരാമൻ കണ്ടുവച്ചിട്ടുണ്ട്. നല്ലൊരു മൊഞ്ചത്തി പെണ്ണിന്. മൈലാഞ്ചി നീ കണ്ടുവച്ചിട്ടുണ്ട പെണ്ണ് ഏതാ? പൂങ്കുലശ്ശേരിയിലെ സുമതി. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. കുട്ടിരാമൻ പൊട്ടനാ, ആ കൂട്ടുകാരെ അവനായിട്ട് വട്ടുകെട്ടുന്നത്. കുട്ടിരാമൻ കല്യാണം കഴിച്ചോണ്ട് നമുക്കെന്താ നഷ്ടം? കേട്ടില്ലേ? കഴുതയുടെ ബുദ്ധിയും പന്നിയുടെ ശരീരവും. എടീ പോത്തെ, ഇന്ത്യ ഭൂപടത്തിന്റെ ചരിത്രം നോക്കിയാൽ ലോകത്തുള്ള എല്ലാ ഗൾഫുകാരനും വിവാഹശേഷം ഭാര്യ വീട്ടുകാരുടെ അടിമകളാണ്. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. All vehicles and the cars and lorries in the bulldozer. Stop. നമ്മുടെ ആങ്ങളെയല്ലേ, തനി പെങ്കൊന്നിന് അങ്ങനെ വഴിയുള്ളൂ. രാധാകൃഷ്ണ, കുട്ടിരാമനെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാ ഞാൻ എന്റെ വീട് പണി തുടങ്ങിയത്. 4 തോണി തന്നെ ആകാശം നോക്കി നിൽക്കാനാ എന്റെ വീടിന്റെ യോഗം. പാതിയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേതുപോലെ എന്റെ അവസ്ഥ. താഴോട്ടുമില്ല മേളിലോട്ടുമില്ല. എന്തായാലും നമ്മുടെ അളിയന്മാരുടെയും പെങ്ങന്മാരുടെയും ഭാവി സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രമേ കുട്ടിരാമൻ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അതെ, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കണം. എന്ത് പാരപണിതും നമുക്ക് ഈ കല്യാണം മുടക്കണം. ഞാൻ കേട്ടു. അബ്ബേ, കുട്ടിരാമന്റെ കല്യാണം മുടക്കാനുള്ള ഗൂഢാലോചനയാണ് 4 പേരും. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, അമ്മയുടെ ഭാവിയും കൂടെ ഓർത്തിട്ടാ. അയ്യോ, കാലനം കാത്തിരിക്കുന്ന ഈ തള്ളക്ക് ഇനി എന്തോന്ന് ഭാവി. ഇവരുടെ കാര്യം പോട്ടെ, ഭാവിയില്ല. കുട്ടിരാമന്റെ ഭാവിയോ? 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോരെ കല്യാണം. അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കാശ് മുഴുവൻ ഇപ്പൊ തൊലയ്ക്കണം. 5 വർഷം കഴിഞ്ഞാൽ മോഹിച്ച പെണ്ണെ കിട്ടുമോ? മോഹിക്കാൻ കണ്ടതോ പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ. കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തിയാ പോരെ അവന്. ഞാനൊന്ന് കൊത്തിയതിനെ തന്നെ അവൻ കെട്ടും. നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും എന്റെ ആങ്ങളെ രാഘവനെ കൊണ്ടവൻ നടന്നു. പട്ടാള രാഘവനെയോ? അതെ. എന്റെ അബ്ബേ, പട്ടാളം നമുക്കൊരു പാരയാവൂ. പട്ടാളത്തെ പാട്ടിലാക്കാനുള്ള വിദ്യ എന്റെയിലുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അമ്മാവിന്റെ സ്ഥാനത്ത് നീ വന്നു വേണം തീരുമാനം ഉണ്ടാക്കാൻ. വെട്ടൊന്ന് തുണ്ടൻ 2, അതാണല്ലോ നിന്റെ പ്രകൃതം. അതോടെ നീ ഒന്ന് പറഞ്ഞാ അതിന് മറുവാക്കില്ല. എല്ലാരും അനുസരിച്ചോളൂ. അച്ചാ, ലോട്ട് കഴിഞ്ഞാലും എനിക്ക് 2 ഐസ്ക്രീം കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്റെ പൊന്നു മോക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും അച്ഛൻ കൊണ്ടുതരും. പോരെ? മുട്ടായി വേണം, പിന്നെ മാലേ ഒക്കെ കൊണ്ടുതരാം. എന്റെ മോള് പോയി കളിച്ചോളൂ. 10-20 വയസ്സായില്ലേ ഇതിന്? ഈ പെണ്ണിനെ ഇനി ഞാൻ ലാച്ച് എങ്ങനെയാകുക? ലക്ഷ്മി മരിച്ചിട്ടും ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മോക്ക് വേണ്ടിയാ. ബുദ്ധി വളരാത്ത കുട്ടിയല്ലേ അവൾ. എന്താഗ്രഹിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കും. ആകാശത്തുള്ള അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പറ്റുമെങ്കിൽ എന്റെ മോക്ക് വേണ്ടി ഞാൻ അതും വെടിവെച്ച് വീഴ്ത്തും. പോവാണോ? കുട്ടിരാമന്റെ കാര്യത്തിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ല.
ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ മോളെ. അച്ഛാ, ഈ വല്യമ്മനെ കാണുമ്പോ ഇപ്പൊ പട്ടാസിലെ പോലെ ഇല്ലേ? അതെന്താ മോളെ സാധനം? അതെ, ഞങ്ങള് മൃഗശാലയിൽ പോയപ്പോ കണ്ടതാ. കാണാനല്ല ചേല. അയ്യേ, എനിക്കിഷ്ടായില്ല. എരുമേനെ പോലെ വൃത്തിയായിട്ടൊരു ജന്തു. ഉമ്മാതല്ലടി നീ മന്ദബുദ്ധി ആയത്. ഇവരെ ഞാൻ വെടിവെച്ച് കൊല്ലും. എന്റെ ആത്മാർത്ഥിയാണ് ഈ കള്ള റാസ്കൽ ചോദ്യം ചെയ്തത്. നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം. ഇല്ല, രാഘവൻ തോക്ക് വെടിവെക്കരുത്. ഇവിടെ കൂത്തുപറമ്പാക്കരുത്. എന്റെ ഉന്നം പഴപ്പിച്ചു. അമ്മാവന്റെ തോക്കിന്റെ ഉന്നമല്ലേ പഴച്ചുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നം തന്നെ പഴച്ചിരിക്കുക. ഇനി അമ്മാവൻ വേണം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ. എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാം വിശദമായിട്ട് പറയാം അമ്മാവാ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആരോ വരുന്നുണ്ട്. ഈ മരക്കുരിശിനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ അമിക്കിന്റെ വരവിൽ എന്തോ പന്തികേടുണ്ടെന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. ഒരു കള്ള ലക്ഷണം. ശത്രുപക്ഷത്തേക്കാണ് അവൻ നീങ്ങുന്നത്. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ നീ തന്നെ കിട്ടും. തന്ന വാക്ക് വെറും ചാക്കാകരുത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ നിറച്ചു കഴിഞ്ഞു. പത്താളം വന്നാൽ ഉടനെ അത് പൊട്ടും. അതേ വരണം. കുട്ടരാമനവിടെ? ഞാൻ ഇവിടെ ഉണ്ടമ്മാവാ. ഇങ്ങോട്ട് വാടാ. നിനക്ക് പെണ്ണ് കിട്ടണം അല്ലേ? അത് പിന്നെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ വിവേകവും കാണിച്ചു പോയാൽ വീട്ടിലിരിക്കുന്ന കാരണന്മാർക്കല്ലേ അതിന്റെ നാണക്കേട്. ഈ കർക്കിടകത്തിൽ കുട്ടിരാമൻ 28 തികയും. എങ്കിൽ കുട്ടരാമൻ കല്യാണം കഴിക്കട്ടെ. നാളെ 10 മണിക്ക് കൂട്ടുകാരെയും കൂടി വീട്ടിലോട്ട് വരും. വീട്ടിലേക്കോ? എന്തിനാ അമ്മാവാ? എന്റെ മോൾ മാലതിയെ പെണ്ണ് കാണാൻ. അവളുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. മണ്ടനായ കുട്ടിരാമന് മന്ദബുദ്ധിയായ പെണ്ണ്. ഐഡിയ എങ്ങനെയുണ്ട്? ഇത് നടന്നു കിട്ടിയാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. ഇങ്ങനെ ഐഡിയ ഉള്ള അളിയന്മാരെ കിട്ടണമെങ്കിൽ കുട്ടിരാമൻ സുഹൃത്തം ചെയ്യണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോൾ അവിടെ തനിച്ചേ ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ വീട്ടിൽ കാണാം. അല്ല പോകാൻ വരട്ടെ. എന്താ? അത് പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചാ പോരെ? ആലോചിച്ചു, ഉറപ്പിച്ചു. ഇനി അതിൽ മാറ്റമില്ല. പട്ടാളച്ചിട്ട പാലിക്കുന്നവനാ ഞാൻ. നാളെ കൃത്യം 10 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ 10:10 ഞാനിവിടെ എത്തും. അമ്മാവൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ 10 മണി എന്ന സമയം ഉണ്ടെങ്കിൽ കൃത്യം 9:30 ഞാനും എന്റെ കൂട്ടുകാരും കുട്ടിരാമനും കൂട്ടി അവിടെ എത്തിയിരിക്കും. കൂട്ടുകാരെല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം. വെറുതെ എന്റെ തോക്കിന് പണി ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. കുട്ടിരാമ, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലടാ. അമ്മാവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരും തോക്കിന് പണി ഉണ്ടാക്കല്ലേ. ഏതായാലും ഇത് വലിയ ചതുവായി പോയി. ഞാൻ എന്ത് ചെയ്യാനാ? പട്ടാളം തോക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പട്ടാളത്തിന് പേടിക്കാൻ ഞങ്ങൾ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ ഇനി ഓന് കലികേറിയ നാക്കുകൊണ്ടല്ല തോക്കുകൊണ്ടാണ് സംസാരിക്കണത്. പട്ടാളത്തിലുള്ളപ്പോ 8 ആളെ കൊന്നിട്ടുണ്ട് അത്രേ. അയ്യോ, എടാ നമ്മുടെ പട്ടാളത്തിന്റെ മോളല്ലേ? ഇഷ്ടവരലബ്ധിക്ക് വേണ്ടി ദേവിയെ കാണാൻ വന്നതായിരിക്കും. വിളിക്കട്ടാ. ഹായ് മാലു, വരൂ. നിന്നെ പെണ്ണ് കാണാൻ വരൂ. കുട്ടിരാമൻ ഭാഗ്യവാനാടാ. എന്ത് നല്ല മന്ദബുദ്ധി, എന്തൊരു കാർക്കൂന്തൽ, ഭയങ്കര നിഷ്കളങ്കത. ഈ പഹരിത് എന്തിനുള്ള പുറപ്പാടാണ്?
നല്ല കൈപ്പുണ്യുള്ള തോക്ക. കൂറ്റൻ കൊമ്പനെ പോലും ഒരൊറ്റ വെടിക്ക് വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ. ഇയാള് തോക്കുമായിട്ടാ ജനിച്ചെന്ന് തോന്നുന്നു. നോക്കിന്റെ ദോഷം മാറ്റാം, വാക്കിന്റെ അർത്ഥവും മാറ്റാം, നാക്കിന്റെ മുറിവ് ഉണക്കാം. പക്ഷെ തോക്കിന്റെ ഉന്നം മാത്രം ആർക്കും തടുക്കാനാവില്ല. ആ തോക്കൊന്ന് താഴെ വെച്ച കാര്യത്തിലേക്ക് കടക്കായിരുന്നു. ശരിയാ മോളെ മാലതി, ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ വരൂ. പട്ട് കണ്ടില്ലേ എന്ത് നല്ല നാണ. മോക്ക് നമ്മുടെ കുട്ടിരാമേട്ടന് ഇഷ്ടല്ലേ? പിന്നെ എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. എന്താ മോളെ പറയുന്നേ? അതെ അച്ഛോ, എനിക്ക് ആ ചേട്ടനെ മതി. എനിക്ക് അതിനെ വേണം, എന്റെ പൊന്നച്ഛനല്ലേ. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. അമ്മാവാ, മാലതി ഇങ്ങനെ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാം അമ്മാവാ? ഞാൻ വേണമെങ്കിൽ ഒരു ത്യാഗത്തിന് തയ്യാറാവാം. മാലതി ഞാൻ എന്നേക്കുമായി മറന്നേക്കാം. പക്ഷേ അവളുടെ മനസ്സ് മാത്രം അമ്മ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവളുടെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ കല്യാണം തന്നെ നമുക്ക് നടത്തി കൊടുക്കാം. അതെ മാലതിയുടെ ഇഷ്ടമാണല്ലോ പട്ടാള മാമന്റെ ഇഷ്ടം അല്ലേ? അതെ അതെ കുട്ടിരാമനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഉത്തമൻ. അതെ അതെ തീർച്ചയായും. എന്നെക്കാൾ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലേ അവൻ? മന്നബുദ്ധി കുട്ടിയല്ലേ? അല്ല, മാലതി ഒരു കൊച്ചു കുട്ടിയല്ലേ? ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചോൻ പൊറുക്കൂല. പട്ടികളെ ഒരു മന്ദബുദ്ധി പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു വെച്ച് എല്ലാവരും കൂടി അഞ്ച് തലയിൽ മിണ്ടരുത്. മനസ്സറിഞ്ഞ് എന്റെ മോൾ ആരെയും ഇഷ്ടപ്പെടാറുള്ളൂ. എന്റെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ഞാൻ നടത്തും. താങ്ക് യു അമ്മാവാ. ഒരു കാര്യം ഞാൻ അമ്മാവന് ഗ്യാരണ്ടി തരാം. എന്റെ ഉത്തമ സുഹൃത്തായ ഈ ഉത്തമന് എങ്ങനെയുള്ള ഒരു പെണ്ണിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഹൃദയമുണ്ട്. അതിലുപരി വിശാലമായ ഒരു മനസ്സുണ്ട് അമ്മാവ. അതെ, പാരവയ്പും കുറുമ്പും കുതികാലിവെട്ടും കുന്നായ്മയും ഒന്നുമില്ലാത്തൊരു നല്ല മനസ്സ്. ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നല്ലാണ്ട് അസൂയ കുശുമ്പൊന്നുമില്ല. ഈ ലൈല മജ്നു പോലെ, ഈ നളനും ദയമന്തിയും പോലെ, യാചകനും കീചകനും പോലെ. അതെ, ഈ അലുവയും മീൻകറിയും പോലെ. എന്തുകൊണ്ടും ഉത്തമനും മാലതി നല്ല പൊരുത്തമാ. അതെ അതെ 100% പെടുത്തുക. കൊരങ്ങൻ, നമ്മള് മൃഗശാലയിൽ വെച്ച് കണ്ടുപോലത്തെ കൊരങ്ങൻ. അയ്യോ പോകണ്ട. അച്ഛ ഈ കൊരങ്ങൻ ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടായി. ഏയ് വെറൊരു കുരങ്ങ് മാത്രമല്ല, ഒരു അഭ്യസ്ത വിദ്യനും കൂടിയായി ഉത്തമൻ. ഞാൻ വിസ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവ. അമ്മാവൻ അറിയോ, ഗൾഫിലെ എന്റെ ഷെയ്ക്ക് ഡിഗ്രിക്കാരനായി ഈ ഉത്തമന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? പട്ടി ഞാൻ കേൾപ്പിരിക്കില്ല. എന്തുകൊണ്ട്? അവിടെ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി അന്ന് മുതൽ ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷെ നീ പോവും. അതിനുള്ളിൽ നീ എന്റെ മകൾ കെട്ടുകയും ചെയ്യും. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നിർഭാഗ്യവാൻ.